കടലിനെ അറിയാവുന്നവരെ ഫിഷറീസ് മന്ത്രിയാക്കണം എന്നാണ് ലത്തീൻ കത്തോലിക്ക സഭയുടെ ആവശ്യം. എന്നുവെച്ചാൽ ലത്തീൻ സഭയിൽ നിന്നുള്ളവരെ മന്ത്രിയാക്കണം എന്നു തന്നെ. മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കണമെങ്കിൽ അങ്ങനെ വേണമത്രേ. കടലിൽ പോകുന്നവരെല്ലാം ഒരൊറ്റ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണെന്ന് ഇവരെയൊക്കെ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്? ഓരോ പണിയും അറിയുന്നവരാണ് അവരെ നയിക്കേണ്ടത് എന്ന് വാശി പിടിക്കുന്നത് ശരിയാണോ? എങ്കിൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ ആ ആശാരി യുവാവിൻ്റെ കൂടെ മുക്കുവ യുവാക്കളെല്ലാം ഇറങ്ങി പുറപ്പെട്ടത് ശരിയായില്ല എന്നുകൂടി പിതാക്കന്മാരും പുത്രന്മാരുമൊക്കെ സമ്മതിക്കേണ്ടി വരും. മുക്കുവരെ നയിക്കാൻ മുക്കുവനായ ഒരുത്തൻ വരട്ടെ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ ശിഷ്യന്മാർ നിന്നിരുന്നെങ്കിൽ സഭ തന്നെ ഉണ്ടാകുമായിരുന്നു. അനവധി ജാതിമത വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിൽ എല്ലാവരും ഞങ്ങൾക്കൊരു മന്ത്രിയെ വേണം എന്ന് ആവശ്യപ്പെട്ടാൽ ആർക്ക് എന്തു ചെയ്യാൻ കഴിയും? ഓർത്തഡോക്സുകാരും യാക്കോബായക്കാരും മാർത്തോമക്കാരും ക്നാനായന്മാരും പെന്തക്കോസ്തുകാരും കുർബാന തർക്കികളായ സിനഡുകാരും സിൻഡിക്കേറ്റുകാരും ഒക്കെ ഞങ്ങൾക്കെല്ലാം വെവ്വേറെ മന്ത്രിമാരെ വേണം എന്നാവശ്യപ്പെട്ടു വന്നാൽ ചുറ്റിപ്പോവുകയുള്ളൂ. സമുദായക്കാരനെ മന്ത്രിയാക്കാതിരിക്കാൻ ചരടുവലികളും അന്തർനാടകങ്ങളും നടന്നു എന്നൊക്കെയുള്ള തെരുവു നാടകങ്ങൾ സഭാ നേതൃത്വത്തെ സമൂഹമധ്യത്തിൽ വീണ്ടും വീണ്ടും കൊച്ചാക്കുകയുള്ളൂ. ഇത്തരത്തിൽ കുംഭകുലുക്കിയും കുടമണി കിലുക്കിയും വീരവാദം അടിച്ചു നടന്ന രണ്ടുപേർ ഇപ്പോൾ പിച്ചും പേയും പറഞ്ഞു നടക്കുന്നത് കാണുന്നുണ്ടാകുമല്ലോ. അതിനാൽ എല്ലാ സമുദായ നേതൃത്വങ്ങളുടെയും മമ്മൂഞ്ഞിസത്തിനെതിരെയുള്ള വിധിയെഴുത്താണ് കേരളത്തിൽ നടന്നത് എന്ന് ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്.